ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറയാ ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്കിന്ന് ഓൾറെഡി ഒരു ഷൂട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് എന്റെ മുഖത്ത് കാട്ടിക്കൂട്ടുന്നത് എന്നൊക്കെ വിചാരിച്ച് ഈവൻ ഞാൻ ഇപ്പോഴും കമ്മലും മാലയൊന്നും ഇട്ടിട്ടില്ല, ഈവൻ ബാംഗിൾസോ വാച്ചോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ അത് തോന്നി അതിന് മുന്നേ ഇങ്ങനൊരു വീഡിയോ എടുക്കാന്നുള്ളത്. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള ഓരോ പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കുളി കഴിഞ്ഞ് എന്നും എനിക്ക് മോയ്സ്ചറൈസർ ക്രീം യൂസ് ചെയ്യാം. പക്ഷെ അത് അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അല്ലേ. ആൻഡ് ദെൻ പിന്നെ എന്താ പറയാ, എനിക്ക് കണ്ണിനൊരു നല്ല കറുപ്പ് നിറണ്ട്, ഓർക്ക് കുറവാണ്, മൊബൈൽ യൂസിങ് കൂടുതലാണെന്ന് അറിയില്ല. അപ്പൊ ഞാനൊരു ഈ കളർ കറക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ, കൺസീലർ, പിന്നെ പൗഡർ, ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഐ ഷാഡോ, ഐബ്രോസ്, ഇതെല്ലാം ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അതിന് ലാസ്റ്റ് ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഹെയർ ഒന്ന് കേളിതറാണ് ഇടുവിടാറുണ്ട്. കേളിയത് മാത്രമല്ല രേഖ ചേച്ചിയുടെ ഹെയർ സ്പ്രേ എന്റെ കയ്യിലായിരുന്നു. അപ്പൊ ഞാൻ അതും അടിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ സെറ്റ് ആവത്തില്ല, ഇത് ഇങ്ങനെ ഒരു മാതിരി പാമ്പ് പണി നിൽക്കും. പണ്ട് ചെറുപ്പത്തിൽ എന്റെ മുടിയും ചില ഇങ്ങനെ വേവ്സ് അല്ല കേടും അല്ലാത്തൊരവസ്ഥയിൽ ന്യൂഡിൽസ് ഹെയർ പോലെ. അന്നൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം. അയൺ ബോക്സ് മുടിയുമ്പോ വെച്ചിട്ട് വരച്ചിട്ടുള്ള ഒരാളാണ് ഈ ഹെയർ നീട്ടാനൊക്കെ. അന്നൊക്കെ എനിക്ക് തോന്നുന്നു അമ്മയെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് അന്നത്തെ ഹെയറിന്റെ ഒരു ഭംഗി എന്തായിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ നമ്മളത് ഇപ്പൊ അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ കുറച്ചു കാലം മുന്നേ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ കേൾ ഹെയർ. എന്റെ ഓൾറെഡി എന്റെ ഇത്ര ഹെയർ ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടി കൃഷ്ണകഥ എന്ന പ്രോഗ്രാം ചെയ്ത സമയത്ത് അതിന് ഹെയർ കട്ട് ചെയ്തിട്ട്, കാരണം കൃഷ്ണനായിട്ട് നടക്കുമ്പോൾ നമ്മള് എന്താ പറയാ അങ്ങനെ വേണ്ടേ. അപ്പൊ എനിക്ക് തോന്നുന്നു ആർട്ടിഫിഷ്യൽ ഹെയർ വെക്കണം. ഞാൻ നാട്ടിൽ പോയപ്പോൾ ഹെയർ കട്ട് ചെയ്ത് വന്നു. ഇറ്റ്സ് എ ഡെഡിക്കേഷൻ ആക്ച്വലി. അതൊരു ഞങ്ങൾക്ക് നേർച്ചയുണ്ടായിരുന്നു വെച്ചോളൂ. പിന്നെന്താ പറയാ വന്ന് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി പോയി. കൃഷ്ണഗാഥ നമുക്ക് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയി. എന്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു വേഷമായിരുന്നു കൃഷ്ണഗാഥ. താങ്ക്സ് ടു ലക്ഷ്മി ആൻറ്റി. കാരണം ലക്ഷ്മിയാണ് എന്നെ അത് കൃഷ്ണഗാഥയിൽ എന്നെ കൃഷ്ണനായിട്ട് ചേച്ചി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ചെയ്തത്. അദ്വൈതം നമ്മുടെ ബാബ്സ് മന്ദിറിൽ കഴിഞ്ഞ വർഷം 1 year കംപ്ലീറ്റ് ചെയ്തു. അത് മെയിലേക്ക് അത് ഓക്കെ ഫിനിഷ്. അത് ആ ടോപ്പിക് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഞാൻ എന്റെ ഹെയർ എന്റെ വെട്ടി വെച്ച ഹെയർ വീണ്ടും എക്സ്റ്റൻഷൻ ചെയ്തു. അത് നല്ല ഭംഗിയായിരുന്നു. പിന്നെ എനിക്കൊരു കുത്തിക്കഴപ്പ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫുൾ ആ ഹെയർ മാറ്റിയിട്ട്, തൃശ്ശൂർ ഭാഷ കേട്ടോ, ഇത് തെറിയൊന്നല്ലേ. പിന്നെ അത് മാറ്റി വീണ്ടും കേൾ ഹെയർ മാറ്റി ഞാൻ വീണ്ടും സ്ട്രെയിറ്റ് ഹെയർ ആക്കി. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം ചെയ്ത വെച്ചാൽ എന്റെ കരാട്ടയും ചെയ്തിട്ട് ഹെയർ സ്ട്രെയിറ്റ് ആക്കിയെന്നുള്ളത്. അതല്ലായിരുന്നു ഭംഗി. എനിക്ക് ഇപ്പോഴും തോന്നുന്നു എനിക്ക് ഇത് തന്നെയാണ് ഭംഗി എന്നുള്ളത്. കേൾ ഹെയർ ഇല്ലായപ്പോൾ നമുക്കൊരു ഭയങ്കര ഭംഗി. എനിക്കിപ്പോൾ കേൾ ഹെയർ ആക്കാൻ വേണ്ടി ഞാൻ സാര ദീദിയിൽ സാര പാർലർ ചോദിച്ചപ്പോൾ, സാര ബ്യൂട്ടി സലൂണിൽ സഫാരിയിൽ ചോദിച്ചപ്പോൾ സാര ദീദി പറഞ്ഞു വേണ്ട, കേൾ ഹെയർ ആക്കുമ്പോൾ സംഗീതം കൂടുതലും നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് വരാനും പൊട്ടിപ്പോകാൻ ടെൻഡൻസീസ് ഉണ്ട് ബിക്കോസ് ഓഫ് ദ ക്രീം. സോ അത് വേണ്ട, നിന്റെ മുടി നോർമൽ തന്നെ അങ്ങനെ വളർന്നിട്ട് കുറച്ച് ഞാൻ കേളായിക്കൊള്ളു. അപ്പൊ അതങ്ങനെ. അപ്പൊ ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ. പിന്നെ ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ്. സത്യം പറയാൻ ഇനി ബാക്കി ആക്സസറീസ് ഇട്ടിട്ട് ഞാൻ ഫോട്ടോ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും.